ആ നമസ്കാരം. ആ ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ ഇപ്പോ ഈ അടുത്ത് NSS ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ ഉവ്വ ക്ഷണിക്കുകയുണ്ടായി. ഉവ്വ പിന്നെ അതുപോലെ തന്നെ സനാതന ധർമ്മത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉവ്വ പിന്നെ മുഖ്യമന്ത്രി പുതിയൊരു പ്രസ്താവന ഇറക്കി, ഉം, അതായത് അമ്പലത്തിലേക്ക് ഷർട്ട് ഉം, ധരിച്ചുകൊണ്ട് കയറണം എന്നുള്ളത്. ഉം. ഇത്തരം കാര്യങ്ങള് കേരള രാഷ്ട്രീയത്തിൽ നടക്കുമ്പോൾ മുഖ്യ വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതെ. ചർച്ച നടത്തുമ്പോൾ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ എന്താണ് മാറ്റങ്ങൾ, എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സത്യത്തില് എന്താ സംഭവിച്ചോണ്ടെങ്കിലേ കേരളം 2026 തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും എന്നുള്ളൊരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷം 2 പ്രാവശ്യം ഭരിച്ചുകൊണ്ടിരുന്നു. മൂന്നാമതും ഇടതുപക്ഷം വരും എന്നുള്ളൊരു സാധ്യതയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. UDF ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. BJP ആണെങ്കിൽ ശക്തമായ പ്രചരണം നടത്തി വളരെയധികം സീറ്റുകൾ കൈക്കലാക്കാൻ അവരും ശ്രമിക്കുന്നു. പക്ഷെ ഇതാണെങ്കിലും യാഥാർത്ഥ്യം ഒരു 85 സീറ്റിൽ ഒരു പരിധി വരെ UDF LDF ഡിക്ലെയർ ചെയ്ത പോലെ 85 മണ്ഡലങ്ങൾ വ്യക്തമായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ബാക്കി ഒരു 55ഓളം മണ്ഡലങ്ങൾ ഒരിക്കലും പിടിതരാതെ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങൾ മുഴുവനും നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. കാരണം ഈ ലോക്സഭ ഇലക്ഷനോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിഭാഗം LDFിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നൊരവസ്ഥയും ഇനി LDFിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നിലവിൽ ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ഭൂരിഭാഗം പിടിക്കുന്ന ആൾക്കാണ് ഒരു സാധ്യത. അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ വോട്ടുകൾ ആര് പിടിക്കും എന്നുള്ള രീതിയിലുള്ള ഇതാണ്. അപ്പോൾ BJPയും LDFും ആണ് ഈ ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് കൂടുതലായിട്ട് പിടിക്കാനുള്ള സാധ്യത നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കേരളത്തിലെ 55 മണ്ഡലങ്ങൾ നമ്മൾ കണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെ ആർക്കും അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഈ 55 മണ്ഡലം നിൽക്കുന്നത്. 85 മണ്ഡലങ്ങൾ ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുന്ന പൊസിഷനുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ BJP അതുപോലെ LDFും ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിഭാഗം വോട്ടുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ UDFിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോൾ NSS ശക്തമായൊരു നിലപാടെടുത്തു. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം LDFിലേക്കും BJPയിലേക്കും പോകേണ്ട അവരുടെ സമുദായത്തിലെ വോട്ടുകൾ അത് ഇപ്രാവശ്യം സർക്കാരിനെതിരെ ഉള്ള ജനവിധിയായിട്ട് മാറ്റണം എന്നുള്ളൊരു സന്ദേശമാണ് NSSൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ NSSൻ്റെ ഒരു നിലപാടിനെതിരെയാണ് എപ്പോഴും എന്താ പറയുക SNDP സാധാരണ ഇതിൽ നിൽക്കാറ്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ ഈ സനാതന ധർമ്മത്തെ ചൊല്ലിയുള്ള തർക്കം, ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പോണ വിഷയങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ പരമാവധി ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്തെടുക്കുക എന്നുള്ളൊരു തന്ത്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ള തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സത്യത്തിൽ ഇത്തരം വിവാദങ്ങൾ താൽക്കാലികമായിട്ട് അത് UDFിന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പരിധിവരെ ഒരു 100% ന്യൂനപക്ഷ വോട്ടിൽ ഒരു 70% ന്യൂനപക്ഷ വോട്ടും ഇപ്രാവശ്യം UDFിന് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലാണ് റണ്ണിങ് കാലാവസ്ഥയിൽ നിൽക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു 100% വോട്ടുണ്ടെങ്കിൽ ഒരു 42% വോട്ട് LDFിനും 33% വോട്ട് BJPക്കും 25% വോട്ട് UDFിനും എന്നുള്ളൊരു പൊസിഷനാണ് വർത്തമാന കാലങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ UDFിന് വളരെ കുറവ് ഭൂരിപക്ഷ സമുദായത്തിൽ വോട്ടാണുള്ളത്. ആ വോട്ടിൽ നിന്ന് അല്പം UDFിന് മെച്ചപ്പെടാനുള്ളൊരു സാധ്യത, ആ സാധ്യതയാണ് ഈ NSSൻ്റെ ഈ നയവും ഇത്തരം വിവാദങ്ങളെല്ലാം വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള നിലയിൽ സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നീങ്ങുന്ന സമയത്ത് ഒരു UDF LDF എന്നുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്ക് തന്നെ മത്സരം മാറി വരാനുള്ള സാധ്യത വരുന്നത്. അത്തരം ഒരു അവസ്ഥ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് UDFിന് ചെറിയൊരു എഡ്ജായിട്ട് മാറും. ഇതാണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള ചാൻസ്. പിന്നെ LDF ഉന്നം വയ്ക്കുന്ന 55 മണ്ഡലമുണ്ട്. ആ മണ്ഡലം അവർക്ക് ശക്തമായ മത്സരത്തിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം ആ മണ്ഡലങ്ങൾ നമ്മളിവിടെ പ്രവചിക്കാൻ പോവാം. കാരണം ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ LDFിന് മൂന്നാമതും അധികാരത്തിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്.
കാരണം ശരിക്കും ഇന്ന് ഫിക്സഡ് ആയിട്ട് എൽ ഡി എഫിന് ഒരു 45-50 മണ്ഡലം ജയിക്കാനുള്ള പൊസിഷൻ ഓൾറെഡി ഉണ്ട്. ഇനി വരുന്ന ഈ മണ്ഡലങ്ങൾ നമ്മൾ പറയുന്നു, ഈ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത്. ആ മണ്ഡലങ്ങൾ നമ്മളോട് പ്രഖ്യാപിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ചാനലുകൾ, മാധ്യമങ്ങൾ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഇന്നമാതിരി സീറ്റുകൾ കിട്ടുന്നൊക്കെ പറയുന്നുണ്ടെന്ന്. അതൊക്കെ വെറുതെ വിഡ്ഢിത്തരങ്ങളാണ്. കാരണം ഫിക്സഡായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ടുകളുണ്ടെന്ന് അടിസ്ഥാനം അത് വിട്ടിട്ട് പിന്നീട് സാമുദായിക സംഘടനകളുടെ പിന്തുണ കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും സീറ്റുകൾ ജയിക്കുന്നത്, വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവർക്ക് വിജയ പരാജയത്തിൽ നിർണ്ണയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഞാനിവിടെ പറയാണ്. ഈ മണ്ഡലങ്ങളിൽ ആർക്കാണ് കൂടുതൽ പിടിക്കാൻ സാധിക്കുന്നത് അവരായിരിക്കും കേരളം ഭരിക്കുന്നത്. ആ മണ്ഡലങ്ങൾ നമ്മളോട് പറയാം. ഒന്ന് ഉദുമ, കൽപ്പറ്റ, കൊയിലാണ്ടി, കുന്നമംഗലം, നിലമ്പൂര്, വണ്ടൂര്, തവനൂര്, പൊന്നാനി, തൃത്താല, വടക്കാഞ്ചേരി, തൃശ്ശൂര്, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, കൊച്ചി, തൃപ്പൂണിത്തറ, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം, പീരിമേട്, ദേവികുളം, പാല, കാഞ്ഞിരപ്പള്ളി, കുട്ടനാട്, ഹരിപ്പാട്, കോന്നി, കുണ്ടറ, കൊല്ലം, റാന്നി, ആറന്മുള, വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട, പുതുക്കാട്, നാട്ടിക, ഒല്ലൂര്, മണലൂര്, ബേപ്പൂര്, ഗുരുവായൂര്, കരുനാഗപ്പള്ളി, പൂഞ്ഞാറ്, തിരുവല്ല, കടുത്തുരുത്തി, അരൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ, ചങ്ങനാശ്ശേരി, പുനലൂര്, ചടയമംഗലം, ഇരവിപുരം, ചാത്തന്നൂര്, ഇത്തരം മണ്ഡലങ്ങൾ മുഴുവൻ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ. ആ വോട്ടാണ് ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. അതിൽ നിലവിൽ യു ഡി എഫിന് ഒരു 25% വോട്ടൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വോട്ടിൽ ബി ജെ പിയിലേക്കും ഇടതുപക്ഷത്തിലേക്കും പോകുന്ന വോട്ടിൽ നിന്ന് NSSന്റെ ഈ തീരുമാനം ഇത്തരം ക്ഷേത്ര വിഷയങ്ങളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് യു ഡി എഫിന് ചെറിയ തോതിലൊരു ഷിഫ്റ്റ് ആണെങ്കിൽ യു ഡി എഫിന് നല്ല മാർജിനിൽ വിജയിക്കാൻ പറ്റും. അതല്ല, ഈ NSS ഒരു വശത്ത് യു ഡി എഫിന് പിന്തുണ കൊടുക്കുമ്പോൾ SNDP പൂർണ്ണമായി അത് എൽ ഡി എഫിലേക്ക് ചായുകയാണെങ്കിൽ, കാരണം ചിത്രം എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 55 മണ്ഡലങ്ങളാണ് കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക. ഈ മണ്ഡലങ്ങളിൽ വിജയിക്കുന്നതിനുള്ളൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രഥമ ദൃഷ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചെറിയ എഡ്ജ് യു ഡി എഫിന് അനുകൂലമാണ്. സത്യത്തിൽ ഈ NSSന്റെ ഈ തീരുമാനത്തിലൂടെ സംഭവിച്ചുള്ള ഒരു വിഷയം കഴിഞ്ഞാൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം വൻ കുതിപ്പിനുള്ള സാധ്യത വളരെ കുറവായി മാറിയിരിക്കുകയാണെന്നാണ് കാരണം NSSന്റെ അങ്ങനെ ഒരു നിലപാടെടുത്തത് അതിൽ ബി ജെ പിക്കാണ് ദോഷം ചെയ്യാൻ പോകുന്നത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാകുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായ മത്സരം നടക്കുന്നത് ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമായിട്ട് മാറാനാണ് സാധ്യത. അവിടെ ബി ജെ പിക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിലവിലുള്ള അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് കയറി വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ വിവാദങ്ങളും തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സാധ്യത അല്പം കുറഞ്ഞതായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതിൽ?